ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് എക്സ്പ്ലെയിൻ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ സീസണിൽ ഇതുവരെ കറൻ്റ്ലി ഏതൊക്കെ പ്ലെയേഴ്സാണ്, ടോപ്പ് 3 ബെസ്റ്റ് പ്ലെയേഴ്സ് കറൻ്റ്ലി ഇൻ ദ സീസൺ ഓൾ കോമ്പറ്റീഷൻസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്രിറ്റി ഒബ്വിയസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാര്യം ദീസ് ഗൈസ് ഹവ് ബീൻ ദ സ്റ്റാൻഡ് ഔട്ട് പ്ലെയേഴ്സ് കറൻ്റ്ലി. യൂറോപ്പിലായാലും എവിടെയായാലും ദേ ഹവ് ബീൻ വെരി ഗുഡ്. അപ്പോൾ എനിക്കൊന്ന് അവരെ പറ്റി വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാര്യം ദേ ആർ കമൻറ്റബിൾ, അവർ അത്രയും നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് 3 പ്ലെയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വി ആർ ടോക്ക് അബൌട്ട് ഏർലിംഗ് ഹാലൻഡ്. ഏർലിംഗ് ഹാലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാം, യു ഓൾ നോ ഹീസ് എ ഫിസിക്കൽ സ്പെസിമെൻ, ഒരു പ്രൂവൺ ഗോൾ സ്കോററാണ്. ആൻഡ് വീക്ക് ഇൻ വീക്ക് ഔട്ട് ഗോൾ അടിക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലെയറാണ്, അങ്ങനെ അടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നൊരു ഏർലിംഗ് ഹാലൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് വെരി അബ്നോർമൽ. എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ പേടിയായി തുടങ്ങി. ഞാൻ ആസ് എ ലിവർപൂൾ ഫാൻ ഇപ്പോൾ ഇവനെ ഫേസ് ചെയ്യരുത് എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാര്യം ഹീസ് സ്കോറിങ് ഗോൾസ്, ഹീസ് ഒരു ഡോട്ട്മുണ്ടിൽ കണ്ട ഹാലൻഡാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പുള്ളിയുടെ ദ ബെസ്റ്റ് വേർഷൻ. കാര്യം ഓടുക, ചാടുക, ഹീസ് ബീൻ വെരി ഫിസിക്കൽ, he presses very high, he takes upon defenders, he bullies them. സിറ്റിയിൽ അതില്ല. കാര്യം സിറ്റിയിൽ മോർ പൊസഷൻ ഓറിയൻറ്റഡ് ഫുട്ബോളായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ ഹീസ് ഏബിൾ ടു പ്ലേ എസ് ഡോട്ട്മുണ്ട് ഗെയിം, ബിക്കോസ് സിറ്റി അതേ രീതിയിലാണ് അവരുടെ ഒരു പ്ലേ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് പെപ്പ് ലൈൻഡേഴ്സ് ഒക്കെ വന്നതുകൊണ്ട് അവരുടെ പ്ലേ റിയലി ചേഞ്ച് ഫ്രം ഒരു ടിക്കി ടാക്ക് അല്ലെങ്കിൽ ഒരു പൊസഷൻ ബേസ് സിസ്റ്റത്തിൽ നിന്ന് വളരെ ചേഞ്ചായി. അപ്പോൾ അതിലേറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഏർലിംഗ് ഹാലൻഡാണ്. ആ ബെനിഫിറ്റ് പുള്ളി നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. കാര്യം ഹി സ്കോർഡ് ഓൾമോസ്റ്റ് എവറി ഗോൾസ്. ഇവരുടെ 1-2 പ്ലെയേഴ്സ് അല്ലാതെ എനിക്ക് തോന്നുന്നു 3 സിംഗിൾ ഗോൾസാണ് ബാക്കി എല്ലാവർക്കും. അവരുടെ സെക്കൻഡോ തേർഡോ ടോപ്പ് സ്കോറർ ഇപ്പോഴും ബേൺലിയുടെ സെൻറ്റർ ബാക്കാണ്, എസ്റ്റവയാണ് 2 ഗോൾ അടിച്ചിട്ട്. അപ്പോൾ യു ടോക്ക് അബൌട്ട് ഏർലിംഗ് ഹാലൻഡ്, ദ വേ ഹി സ്കോർസ്. ഈ ഒരു വർഷം, ഈ ഒരു സീസണിൽ ഹീസ് ഓൾമോസ്റ്റ് സ്കോർഡ് അറൗണ്ട് 15 ഗെയിംസിൽ 18 ഗോളും 2 അസിസ്റ്റുമാണ്. ഇറ്റ്സ് വെരി അബ്നോർമൽ. ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ വെരി അബ്നോർമൽ സ്റ്റാറ്റ് ഇപ്പോഴേ. കാര്യം ഇനി എത്ര ഗെയിംസ് കളിക്കാനുണ്ട്. ഒരു ക്ലബ്ബ്, സിറ്റി വിച്ച് ഇസ് ചാലഞ്ചിങ് ഫോർ ഓൾ ട്രോഫീസ് ഇൻ ഓൾ ഫ്രണ്ട്സ്. ദിസ് ഇസ് വെരി അബ്നോർമൽ, വളരെ അബ്നോർമലാണ്. കാര്യം 60-65 കളി കളിക്കണം. ഐ ഡോണ്ട് തിങ്ക് ഹിൽ സ്റ്റാർട്ട് ഓൾ ദീസ് ഗെയിംസ്. എങ്ങനെ ഇറങ്ങിയാൽ ഈ സ്കോറിങ് ലോട്ട് ഓഫ് ഗോൾസ്. ആൻഡ് എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ആയാലും ടോട്ടനമിന് അഗേൻസ്റ്റ് ഒഴികെ ഹി സ്കോർഡ് ഇൻ ഓൾ ഗെയിംസ്. ആൻഡ് ദിസ് വെരി 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 അബ്നോർമൽ. അതായത് ഹൗ ഡു ഐ ഡിസ്ക്രൈബ് ഹാലൻഡ്? ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹാലൻഡ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രൈക്കറാണ്. ലാസ്റ്റ് സീസൺ വരെ ഇറ്റ് വാസ്, ബിക്കോസ് യു പിൻ ഹിം ഡൗൺ, യു കെൻ ഡു ദാറ്റ്. പക്ഷേ ഇപ്പം അതല്ല. ഹീസ് അലൗഡ് ടു മൂവ് അറൗണ്ട്. ഹീസ് ഗോട്ട് അബണ്ടൻസ് ഓഫ് സ്പേസ്. അത് ക്ലബ്ബ് സ്വന്തം ടീമിലെ പ്ലെയേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും വലിയ മുതലെടുപ്പുകാരൻ ഹാലൻഡാണ്. ഹീസ് ഡൂയിങ് ദാറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. നമ്മുടെ ഇറയിൽ ഞാൻ ആസ് എ ഫാൻ കുറേ സ്ട്രൈക്കേഴ്സിനെ കണ്ടു വളർന്ന ഒരാളാണ്. നമ്മളെല്ലാവരും കാണുന്ന എല്ലാവരും, സ്വാറസ് ആയിക്കോട്ടെ, ലെവൻഡോസ്കി ആയിക്കോട്ടെ, കവാണി ആയിക്കോട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രൈക്കേഴ്സിലൊന്നും കവാണി ആയിക്കോട്ടെ, ബെൻസിമ ആയിക്കോട്ടെ, യു സീൻ എ ലോട്ട്. റൊണാൾഡോ സ്ട്രൈക്കർ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവരൊക്കെ കാളൊക്കെ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഏർലിംഗ് ഹാലൻഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ കണ്ടിന്യൂ, ഹോപ്പ്ഫുള്ളി ഇതിൽ കണ്ടിന്യൂ. പക്ഷേ ഇത് കാണുമ്പോൾ ദിസ് ഗൈ ഇസ് വെരി അൺസ്റ്റോപ്പബിൾ. ഇതിനി എത്രത്തോളം പാൻ ഔട്ട് ചെയ്യും എന്ന് നമ്മൾ നോക്കണം. കാര്യം ഈ സിംഗിൾ ഹാൻഡഡ്ലി ക്യാരിങ് സിറ്റി ഗോൾ സ്കോറിംഗ് വൈസ്, ആൻഡ് ഹീസ് വിന്നിങ് ഗെയിംസ്. അദ്ദേഹം ഗോൾ അടിച്ചിട്ട് അതെങ്ങനെ പുള്ളി ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് ഗോ ടു എംബാപ്പെ. ഈ പറയുന്ന 3 പ്ലെയേഴ്സിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എംബാപ്പയാണ്. ഐ എം എംബാപ്പെ ഫാൻ. എന്നാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഒരു എംബാപ്പെ ഫാനാണ്. കാര്യം ഐ ലൈക്ക് ഹിം വെരി മച്ച്. കാര്യം ഞാൻ വേൾഡ് കപ്പ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടക്കിയൊരു പ്ലെയറാണ് കിലിയൻ എംബാപ്പെ. കാര്യം ഐ വിൻ സീൻ എ പ്ലെയർ ലൈക്ക് ദിസ് ബിഫോർ. ഇപ്പോഴും ഇല്ല എംബാപ്പേനെ പോലത്തെ ഒരു പ്ലെയർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഹീസ് വെരി ഗുഡ്. ഹീസ് എൻ എലീറ്റ് പ്ലെയർ, വേൾഡ് ക്ലാസ് പ്ലെയർ. ഐ തിങ്ക് ഇപ്പോൾ പറയുന്നതല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ്. ആൻഡ് ഇപ്പോൾ ഹീസ് ഇൻ ഹിസ് പ്രൈം, ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ പ്രൈമിലാണ് പുള്ളി. ഹി നോസ് ഹൗ ടു പ്ലേ ദിസ് ഗെയിം. ഹി ടേക്സ് ദ ഗെയിം ബൈ ഹിംസെൽഫ്, ഹി കൺട്രോൾസ് ദ ഗെയിം. ഇപ്പോൾ പുള്ളി പ്രസ്സിങ് ഇമ്പ്രൂവ് ചെയ്തു. ഹീസ് ഇംപ്രൂവ് ഹിസ് ഹോൾഡ് അപ്പ് പ്ലേ ഡ്രാസ്റ്റിക്കലി. ക്രിയേറ്റിവിറ്റിയിൽ ഹി ഹസ് ബിൻ ടോപ്പ് നോച്ച് കറൻ്റ്ലി. 16 ചാൻസൊക്കെയാണ് പുള്ളി ചാമ്പ്യൻസ് ലീഗിൽ മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഗുഡ് ഹി ഈസ്
ക്രിയേറ്റീവ്ലി ആൻഡ് ഗോൾ സ്കോറിംഗ് വൈസ് ആണെങ്കിലും ഹീസ് ഗോട്ട് 15 ഗെയിമിൽ 16 ഗോളും 2 അസിസ്റ്റും ആണുള്ളൂ. സോ നത്തിങ് ഐ ഹാവ് നോ വേർഡ്സ് ഫോർ ഓൾ ദിസ്. കാര്യം ഇത് മെൻ്റൽ നമ്പേഴ്സാണ്. ഇപ്പോൾ ഇനി അടുത്ത പ്ലെയറെ പറയാൻ പോകുന്നതാണെങ്കിലും ഇവർക്കൊക്കെ ഇനിയും കളികളുണ്ട്. ആൻഡ് ദീസ് പ്ലെയേഴ്സ് ആർ നോൺ ടു ബി കൺസിസ്റ്റൻ്റ്ലി ഗോൾ അടിച്ചു കൂട്ടാൻ അറിയുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളൊരു ചോദ്യമാണ്. ആൻഡ് ഐ ഫീൽ ദിസ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് സംതിങ് ഫോർ എംബാപ്പെ. കാര്യം വേൾഡ് കപ്പ് ഇയറാണ്. ഹീ ഈസ് ബൗണ്ട് ടു ബ്രേക്ക് എവറിത്തിങ് ദിസ് ഇയർ. കാര്യം ചാമ്പ്യൻസ് ലീഗിൽ ഓൾറെഡി 5 ഗോളായി. മഡ്രിഡിൻ്റെ ഒരു DNA വെച്ച് ദേ ആർ ബൗണ്ട് ടു ഗോ വെരി ഫർദർ ഇൻ ചാമ്പ്യൻസ് ലീഗ്. ആൻഡ് ലീഗിൻ്റെ കാര്യം നമുക്കറിയാം. ലീഗ് എങ്ങനെയാണ്, ഹൗ ബാഴ്സ പ്ലേസ്, ഹൗ ദേ പ്ലേ, മഡ്രിഡ് പ്ലേ, അതൊക്കെ മാറ്റർ ചെയ്യും. പക്ഷേ ഐ ഫീൽ എംബാപ്പെ ഈസ് അൺസ്റ്റോപ്പബിൾ. എനിക്ക് തോന്നുന്നില്ല കറൻ്റ്ലി സെയിം ലൈക്ക് ഹാലൻഡ്, യു കാൺ സ്റ്റോപ്പ് എംബാപ്പെ. കറൻ്റ്ലി ഹീസ് ദാറ്റ് ഗുഡ്. ഹീസ് ഷിഫ്റ്റഡ് ഹിസ് ഗിയർ. കഴിഞ്ഞ സീസണിലൊന്നും ഉണ്ടായിരുന്ന പോലെ അല്ല. ഐ തിങ്ക് കഴിഞ്ഞ സീസണിൽ പകുതി മുതൽ ഹി ഹസ് ബിൻ ബ്രില്യൻറ്റ് എംബാപ്പെ. അപ്പോൾ ഇതിനെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും എന്ന് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എംബാപ്പെ. ആൻഡ് ഐ റിയലി ലവ് ടു സീ ഹിം പ്ലേ. കാര്യം നല്ല രസമാണ് ഇപ്പോൾ എംബാപ്പെ കളിക്കുന്ന കാണാനായിട്ട്. എന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ. അടുത്ത ആളാണ് ഐ തിങ്ക് ഇതിനകത്ത് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട്. ഇപ്പോഴും ഇത്രയും ചെയ്തിട്ട് പോലും ആൾക്കാർ വളരെ അണ്ടർ വാല്യൂ ചെയ്യുന്നൊരു പ്ലെയറാണ്. ദാറ്റ്സ് ഹാരി കെയ്ൻ. എനിക്ക് എന്നെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ 17 കളിയിൽ നിന്ന് 23 ഗോളും 4 അസിസ്റ്റുമാണ് ഉള്ളത്. ഇതൊക്കെ ഈ പറയുന്ന സ്റ്റാറ്റുകളൊക്കെ കൺട്രിക്ക് വേണ്ടിയുള്ള ഗെയിംസ് കൂട്ടാനാണ് കേട്ടോ. ഇത് കൂട്ടുമ്പോൾ ഇറ്റ്സ് ഈവൻ മോർ. അപ്പോൾ ഹാരി കെയ്നെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് ദ ബെസ്റ്റ് ഫുട്ബോളർ ഇൻ ദ പ്ലാനറ്റ് റൈറ്റ് നൗ. ഹാലൻഡിനെ വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ കോൾ ഹിം ദ ബെസ്റ്റ് സ്ട്രൈക്കർ. എംബാപ്പേനെ വി ക്യാൻ കോൾ ഹിം ദ ബെസ്റ്റ് ഫോർവേഡ് ഇഫ് യു വോണ്ട് ടു. പക്ഷേ ഹാരി കെയ്ൻ ഇസ് ദ ബെസ്റ്റ് ഫുട്ബോളർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ വിതൗട്ട് നോ ഡൗട്ട്. കാര്യം ഹീസ് എൻ എലീറ്റ് ഫുട്ബോളർ. അത് എങ്ങനെ പറയുക? കാര്യം ബയറിന് വേണ്ടി ഇപ്പോൾ പുള്ളി കളിക്കുന്ന രീതി എന്ന് പറയുന്നത് ഹി പ്ലേസ് ആസ് എൻ 8, ഹി പ്ലേസ് എ 10. ചില സമയത്ത് വിങ്ങിൽ കാണാം, ചില സമയത്ത് പാവ്ലോവിച്ചിൻ്റെ കൂടെ കാണാം, 6 ആയിട്ട് കാണാം. ഹീറ്റ് മാപ്പിൽ നോക്കുമ്പോൾ ഹീസ് ഗോട്ട് ഗ്രീൻ സ്പോട്ട്സ് ഇൻ ദ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് പൊസിഷൻ. അപ്പോൾ ഹൗ ഡു യു സ്റ്റോപ്പും പോട്ടെ, ഞാനത് പറയുന്നില്ല. 2 പേരുടെ പറ്റി പറഞ്ഞില്ല സ്റ്റോപ്പിങ്. ഇപ്പോൾ ഹൗ ഡു യു ഡിസ്ക്രൈബ് ദിസ് ഗൈ? ഹീസ് എ ഫോർവേഡ്, ഇസ് ഹി ഐ ജസ്റ്റ് കോൾ ഹിം എ ഫുട്ബോളർ. എനിക്ക് കാര്യം പുള്ളി കളിക്കുന്ന രീതി വെച്ച് ഹീസ് പ്ലേയിങ് ഹിസ് ഓൺ ഗെയിം, ഹീസ് വിന്നിങ് ഗെയിംസ്, ഹീസ് സ്കോറിങ് ഗോൾസ്, ഹീസ് അസിസ്റ്റിങ്, ഹീസ് പാവ്ലോവിച്ചിൻ്റെ പൊസിഷനിൽ നിന്നൊക്കെ ബോൾ പിങ്ങിയാണ് പിങ്ങേഴ്സിലോട്ട്. അപ്പോൾ ദാറ്റ്സ് വെരി അബ്നോർമൽ ഫ്രം എ ഫോർവേഡ്. കാര്യം എങ്ങനെ ഇങ്ങനെ കളിക്കുന്നു? ആൻഡ് വേൾഡ് കപ്പ് ഇയറാണ്, സെയിം ലൈക്ക് എംബാപ്പെ. ഐ തിങ്ക് ഈ ഒരു പീക്ക് ഇപ്പോൾ കാണുന്ന ഹാരി കെയ്ൻ്റെ പീക്ക് എനിക്ക് തോന്നുന്നില്ല പുള്ളി അടുത്ത കൊല്ലം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഹി ഹസ് ബ്രോക്കൺ ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ പ്രീമിയർ ലീഗ് എക്സെപ്റ്റ് ഫോർ എ ട്രോഫി. ഇവിടെ നിന്നാണ് എന്നിട്ട് പുള്ളി അങ്ങോട്ട് പോയത്. അവിടെ ഓൾറെഡി 100 ഗോൾ കഴിഞ്ഞു. വാട്ട് ഷുഡ് ഐ സേ? എനിക്കറിയില്ല. വേൾഡ് കപ്പ് ഇയറാണ്. ഹി ഡിസേർവ്സ് ദ വേൾഡ് കപ്പ് ഇഫ് ഹി പ്ലേസ് ലൈക്ക് ദിസ്. ആൻഡ് ഇംഗ്ലണ്ടിനുള്ള സ്ക്വാഡും ഉണ്ട്. ഐ തിങ്ക് ഹാരി കെയ്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഹാരി കെയ്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ വാക്കുകളില്ല. കാര്യം ഞാൻ പേഴ്സണലി വളരെ അണ്ടർ വാല്യൂ ചെയ്തൊരു ക്ലബ്ബാണ് ബയൺ അണ്ടർ കമ്പനി. കഴിഞ്ഞ സീസണിൽ വേറെ വെരി അണ്ടർവെൽമിങ് അവർ ലീഗ് അടിച്ചെങ്കിലും. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ദേ ലുക്ക് വെരി അൺസ്റ്റോപ്പബിൾ. ആൻഡ് അതിൽ മെയിൻ കീ ഹാരി കെയ്ൻ തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ കണ്ടിന്യൂ. എനിക്കറിയില്ല എന്താവുന്നു. യൂറോപ്പിൽ ദേ ആർ യെറ്റ് ടു ഫേസ് ചെൽസി അല്ലാണ്ട് ദേ ഹാവ് ഫേസ്ഡ് എ ഗുഡ് ടീം യൂറോപ്പിൽ. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും കാണുമ്പോൾ ദേ ലുക്ക് വെരി കോൺഫിഡൻറ്റ്, ദേ ലുക്ക് വെരി ഡെഡ്ലി. അപ്പോൾ ഹാരി കെയ്നാണ് അതിൻ്റെ മെയിൻ ആൾ. ദർ ആർ മോർ പീപ്പിൾ ടു കം. ഡേവീസ് വരാനുണ്ട് ഇനി അവിടെ. മുസിയാല ഫിറ്റായി വരുന്നു. ഹി സ്റ്റാർട്ടഡ് ട്രെയിനിങ്. അപ്പോൾ ഇതൊക്കെ ഹാരി കെയ്നെ ഹെൽപ്പേ ചെയ്യുള്ളൂ. ഗോൾ സ്കോറിങ്ങിലോട്ട് മാത്രം പുള്ളി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈവൻ മോർ ഡ്രെഡ്ഫുൾ. പക്ഷേ ഇത് കാണുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഈസ് എ ബ്യൂട്ടിഫുൾ ഫുട്ബോളർ. അപ്പോൾ കറൻ്റ്ലി ഈസ് ദ ബെസ്റ്റ് ഫുട്ബോളർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ എന്താണ് നിങ്ങളുടെ ഇവരുടെ 3 പേരെയും പറ്റിയുള്ള ഒപ്പീനിയൻസ് എന്ന് പറയുക? ഞാൻ ആരെങ്കിലുമൊക്കെ മിസ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്, ടേക്ക് കെയർ.